ചേട്ടാ ഇങ്ങനെ ഒരുപാട് വഴിയുണ്ട്. ആദ്യം നമ്മൾ ലൈഫിൽ പൈസ ഉണ്ടാക്കാൻ പഠിക്കുക. ഇങ്ങനെ കുട്ടികളായിട്ട് കാണരുത്. ലൈഫ് എന്നൊക്കെ പറയുന്ന കുറച്ചേ ഉള്ളൂ. അത് നമ്മൾ ആസ്വദിക്കണം, നമ്മൾ അത് യൂസ് ചെയ്യണം. ലൈഫ് എന്ന് പറയുന്നത് അവിടെ ആരിക്കണ്ട, ഞാൻ പൊതുവേ പറഞ്ഞത്. നിങ്ങൾ ഒറ്റൊരുത്തനെ ഇയാളെ നശിപ്പിക്കുന്നേ. എന്തൊക്കെ ആൾക്കാരത്. ഞാൻ ഇവിടെ എവിടെയായിട്ടാണ് കുഴിച്ചിട്ട്, എന്നിട്ട് തിരിച്ചറിയാൻ വേണ്ടി ഒന്നും വിട്ടില്ല. അവിടെ ഒരു ഇല കുത്തി വെച്ചായിരുന്നു. എന്നിട്ട് ഇല അവിടെ അതൊഴുകി പോയി. എടേ നിനക്കൊന്നും ഉറപ്പില്ലേടേ. എടാ എത്ര പ്രാവശ്യം പറഞ്ഞ് ജീവിതം പഠിക്കണമെന്ന്. മീനും പിടിച്ച് കിടക്കണ്. എന്റെ വീട്ടുകാർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കുറച്ചിട്ട് പറഞ്ഞു കേട്ടോ. ആ രാജകൊണ്ട് ഓർത്ത് മാത്രം ഞാൻ ചെറുക്കനൊന്നും ചെയ്യണില്ല. അല്ല ഞാൻ തുളച്ച് വളർന്നവനാ. ഇത്ര വേവളം നീ എന്തിന് ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കണം? അവനെ പേടിച്ച് നീ എല്ലാം പറഞ്ഞ ഇവിടെ വരൂലെന്നോ. എടേ നീക്ക് ഇവിടെ നിൽക്കണം. ഒരു കാര്യം പറ, എവിടെയൊക്കെ തപ്പിയെന്നറിയാം. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുകാരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേര് അവര് നിങ്ങളെ ഗൾഫിൽ വിടാനാണ് പ്ലാൻ. അപ്പൊ അവിടെയെങ്കിലും ചെന്ന് ജോലി എടുത്ത് ജീവിക്കണം കേട്ടാ. ദേ സാറ് അതേപോലെ ജീവിക്കണം. ജോലി ചെയ്ത് കുടുംബം നോക്കുന്നത് അതേപോലെ. ആര് ഗേൾ ഫ്രണ്ട് വല്ലാണ്? എനിക്ക് നാണം ഉണ്ടോ? ഒരാളുടെ പേഴ്സണൽ കാര്യം ചോദിക്കാൻ തന്നെ നാണം ഉണ്ടോ? എന്റെ ഫോണിൽ ചിലപ്പോൾ എന്റെ ലൈൻ വിളിക്കും, എന്റെ അച്ഛൻ വിളിക്കും, എന്റെ അപ്പച്ചി വിളിക്കും. അതൊക്കെ താനാരാടാ? അതിനെങ്ങനെ അത് പെണ്ണ് വേണം. ആ പിന്നെ ഒരു കാര്യം, ക്ലാസ് എടുക്കുമ്പോൾ തുപ്പൽ തെറിപ്പിച്ച് ക്ലാസ് എടുക്കരുത്. ക്ലാസ് കിട്ടുന്ന ക്ലാസ് എടുക്കണം കേട്ടല്ല. ഫിസിക്സ് ആറാണ് അത്ര. ഫിസിക്സ് സ്റ്റുഡന്റ്